തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നില്ലേ? അങ്ങനെയാണല്ലോ തനുഷു സ്നേഹ ഇപ്പൊ എന്നോട് പറഞ്ഞത്. അവർക്ക് എന്തറിയാം? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഒരു ചെറിയ വഴക്കിനെ ഇത്രയും വലുതായി കാണേണ്ട കാര്യമുണ്ടോ മോളെ? അവനെ ഉപേക്ഷിച്ചു പോകാൻ മാത്രം എന്താ നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? വിശ്വാസമാണ് അച്ഛാ മറ്റെന്തിനേക്കാളും പ്രധാനം. എല്ലാ ബന്ധത്തിലും അതങ്ങനെ തന്നെയാ. അതൊരു നൂൽപ്പാലം പോലെയാ. ഒരിക്കലത് പൊട്ടിപ്പോയാ പിന്നെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സച്ചേട്ടനോടുള്ള എന്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞ അത് മരണത്തിന് തുല്യ. ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേർക്കും. അങ്ങനെയൊക്കെ ആളുകള് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ കൊണ്ടത് പറ്റില്ല അച്ഛ. അച്ഛൻ വിഷമിക്കണ്ട. ഞാനിവിടുന്ന് പോകുന്നു കരുതി ഞാൻ ഏറ്റെടുത്ത ഒന്നും വഴിയിൽ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അച്ഛനും കുടുംബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു തരും. അതെന്റെ ഉത്തരവാദിത്വം. പക്ഷേ എന്റെ ജീവിതം അതെന്റേത് മാത്രം. സച്ചിയോട് നീ ഈ കാര്യം സംസാരിച്ചോ? എന്ത് കാര്യവും ഈ വീട്ടിൽ ഞാൻ ആദ്യം ആലോചിക്കുന്നതും പറയുന്നതും അച്ഛനോടാ. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? കുറച്ചു കഴിയുമ്പോ എല്ലാം സാധാരണ നിലയിലാവും. ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനില്ലാന്ന് കരുതി സമയത്തിന് മരുന്നൊന്നും കഴിക്കാതിരിക്കല്ലേ. സന്ധ്യച്ചി എല്ലാം തെറ്റാതെ എടുത്ത് കൊടുത്തേക്കണേ. എന്നെ തിരിച്ചു വിളിക്കരുത്. അർച്ചന, താൻ എന്തായി കാണിക്കുന്നേ? മനസ്സ് കൈവിട്ടു പോയപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി? താൻ എന്നോട് ക്ഷമിക്കുക. സംഭവിച്ചെല്ലാം ഞാൻ പറയാം. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ സച്ചേട്ട. അർച്ചന പ്ലീസ്. തടയരുത്. എനിക്ക് പോയേ പറ്റൂ. ചേച്ചി, ചേച്ചി പോവരുത്. ചേച്ചി പോയാ ഈ വീട്ടുകാരുടെ ജീവിതത്തെ കുറിച്ച് ചേച്ചി ഓർക്കുന്നുണ്ടോ? ദയവേത് ചേച്ചി പോവരുത്. ഈ കുടുംബം തകർക്കരുത്. ആർക്കിടയിലായാലും വിശ്വാസം നഷ്ടപ്പെട്ട അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷെ ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ അതൊരിക്കലും പറ്റില്ല. നമ്മുടെ ജീവിതം നമ്മളോട് പറയുന്ന ഒരു വലിയ കള്ളം എന്താണെന്നറിയോ മോക്ക്? എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവുന്നു. ഒരിക്കലുമില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. അത് മനസ്സിലായ പിന്നെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് തന്നെ നല്ലത്. എന്റെ ജീവിതം എന്റേത് മാത്രം. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. ഞാൻ ഇറങ്ങാം. ഇവിടെയും കുറച്ച് തുണികളും അല്ലാതെ വേറൊന്നും ഞാൻ എടുക്കുന്നില്ല. ഏട്ടത്തി, ഈ വീട്ടിൽ എനിക്കൊരു പുതിയ ജീവിതം തന്നത് ഏട്ടത്തിയാ. പലപ്പോഴും ഏട്ടത്തിയായിട്ടല്ല അമ്മയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളെ വിട്ട് പോവല്ലേ ഏട്ടത്തി. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. നിന്റെ കല്യാണം നടന്നു കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടത്തിത്തരാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അർച്ചനെ, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെല്ലാം എനിക്ക് ഊർജം തന്നതും എന്നെ രക്ഷിച്ചതും ഇപ്പൊ എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയതൊക്കെ അർച്ചന കാരണമാണ്.
നന്ദേട്ടൻ പറഞ്ഞ വാക്കുകൾ 100% സത്യസന്ധമാണെന്ന് എനിക്കറിയാം. ഏട്ടനായിട്ടല്ല, അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാ മനസ്സിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. അനിയത്തിയോടുള്ള സ്നേഹത്തെക്കാൾ ഒരു മകളോടുള്ള വാത്സല്യം നന്ദേട്ടനിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. മരണം വരെ എന്റെ ഓർമ്മയിൽ അതുണ്ടാവും. പക്ഷേ ഈ തീരുമാനം മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല നന്ദേട്ട. അർച്ചന, സ്നേഹിക്കും എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അച്ഛനടുത്തിയ. ഒരു കുടുംബജീവിതം ഒരിക്കലും സ്വപ്നം കാണാത്തവനായിരുന്നു ഞാൻ. പക്ഷെ എനിക്കൊരു ജീവിതം ഉണ്ടായി, കുടുംബം ഉണ്ടായി. എല്ലാം അച്ഛനടുത്തി കാരണം. എടുത്തി പോവരുത്. ഞങ്ങളെയൊക്കെ അങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ എടുത്തേക്ക് പറ്റുമോ? പറ്റും, പറ്റണം. ഇല്ലെങ്കിൽ എടുത്ത് തോറ്റു പോകുമോളെ. അച്ഛാ, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോവല്ല. ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുന്നു, അത്രേ ഉള്ളൂ. ആരോടും യാത്രയൊന്നും പറയുന്നില്ല. അതിനൊന്നും എനിക്ക് പറ്റില്ല. അച്ഛ ചേച്ചി